So children, today we will start chapter number 2, more features of Windows 10. Okay, you might have heard about Windows 10. ഇപ്പോൾ നമുക്ക് Windows 12 വരെ ഉണ്ട്. Okay, so we will study about Windows 10. So what is Windows 10? Windows 10, it is an operating system. Okay, so what is an operating system? എന്ന് പറഞ്ഞാൽ എന്താണ്? I'll tell you. So first operating system, Windows 1, was introduced by Microsoft in 1985. Okay, Windows 1-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? വിൻഡോസ് 1 തൊട്ട്. സോ ഇപ്പൊ നമുക്കുള്ളത് വിൻഡോസ് 12 വരെ എത്തിയിട്ടുണ്ട്. സോ നൗ വി ആർ ലേണിംഗ് അബൌട്ട് വിൻഡോസ് 10. ഓക്കെ, സോ ദിസ് വിൻഡോസ് 1 to 10 സീരീസിൽ അതെന്താണ് പറയുന്നത്? ദീസ് ആർ കോൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. So what is an operating system? Okay, next we will see what is an operating system. Operating system is the most important program that runs on a computer. Okay, in simple words I'll tell you, without operating system your computer will not work. നിങ്ങൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ you need an operating system inside the computer. It is an inbuilt software. ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇൻ സിമ്പിൾ വേർഡ്സ് ദാറ്റ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ദാറ്റ് റൺസ് ഓൺ ദ കമ്പ്യൂട്ടർ. Okay, that runs on a computer. So every general purpose computer must have an operating system to run other programs and applications. But for example, നിങ്ങളുടെ മൊബൈൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ you need to have an operating system inside the mobile. Okay, it is a software. ഈ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലുകളോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒന്നും വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇറ്റ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇൻബിൽട്ട് ആയിട്ടുള്ള സിസ്റ്റത്തിലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ദാറ്റ് റൺസ് ഓൺ എ കമ്പ്യൂട്ടർ. സോ എവറി ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ മസ്റ്റ് ഹാവ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു റൺ അതർ പ്രോഗ്രാംസ് ആൻഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, computer operating system perform basic tasks such as recognizing input from the keyboard, sending output to the display screen, keeping track of files and directories on the storage drives, and controlling peripheral devices such as printers. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും? അതായത് ഇൻ നട്ട്ഷെൽ വാട്ട് ഇറ്റ് ഈസ്, ഒരു കമ്പ്യൂട്ടറുമായിട്ടുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ള എന്തും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കീബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ, അല്ലെ? നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഒക്കെ കീബോർഡ് ഉണ്ടെങ്കിൽ ആ കീബോർഡ് നിങ്ങൾ CPU കണക്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെ? ആ കീബോർഡ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെന്നുണ്ടെങ്കിൽ കീബോർഡ് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കമ്പ്യൂട്ടർ ഓൺ തന്നെ ആവില്ല. Okay, whatever devices you are connecting to the computer, keyboard ആവട്ടെ, mouse ആവട്ടെ, printer ആവട്ടെ, microphone, web camera, whatever it is, അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ you need to have an operating system. It is a system software. Okay, so computer operating system performs basic tasks such as recognizing input from the keyboard. നമ്മളൊരു കീബോർഡിൽ കീബോർഡ് വഴി നമ്മൾ ഡേറ്റാസ് കമ്പ്യൂട്ടറിനകത്തോട്ട് ഫീഡ് ചെയ്യാണ്, ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ലെറ്റർ അടിക്കുകയാണ്. ആ ലെറ്റർ അടിക്കുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ആ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് കമ്പ്യൂട്ടറിനകത്തോട്ട് കയറണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, യു നീഡ് ടു ഹാവ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ആണ് ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ദ ഡേറ്റ which you are feeding from the keyboard. It is helping the data to enter into the computer. അതിനെ റെക്കഗ്നൈസ്, അതിനെ മനസ്സിലാക്കി നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദിസ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓർ ദെൻ വാട്ട് ഇറ്റ് ഈസ് സെൻഡിങ് ഔട്ട്പുട്ട് ടു ദ ഡിസ്പ്ലേ സ്ക്രീൻ. നമ്മളൊരു ലെറ്റർ ടൈപ്പ് ചെയ്യാണ്, അല്ലേ? ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് വേണം, പ്രിന്റ് ഔട്ട് എടുക്കണം, അതിന്റെ പ്രിന്റ് നമുക്ക് വേണം.
സോ അതിന് നമ്മൾ കമാൻഡ് കൊടുക്കുകയാണ്. പ്രിന്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ ആ കമ്പ്യൂട്ടറിനോട് പറയാണ് പ്രിന്റ് എടുക്കൂ. അത് ആ കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓക്കെ, ദെൻ വാട്ട് ഇറ്റ് ഈസ് കീപ്പിംഗ് ട്രാക്ക് ഓഫ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് ഓൺ ദി സ്റ്റോറേജ് ഡിവൈസസ്. നമ്മൾ ഓരോ ഫയലുകളും, നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, നമ്മൾ ലെറ്റേഴ്സ് സേവ് ചെയ്യാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫയലുകളായിട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ആ സ്റ്റോറേജ് ഡിവൈസിന് എവിടേക്കാണ്, ഏതൊക്കെ ഫയലുകൾ ഏതൊക്കെ ഡയറക്ടറി പോയിട്ട് സേവ് ചെയ്തിരിക്കുകയാണ്, എവിടെ നിന്ന് ഓപ്പൺ ചെയ്യണം, ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആ സോഫ്റ്റ്വെയർ ആണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഏതൊക്കെ ഫയലുകളുണ്ട്, ഏതൊക്കെ ഫോൾഡേഴ്സ് ഉണ്ട്, എവിടെയാണ് കിടക്കുന്നത്, ഏതൊക്കെ ഡയറക്ടറിയിലാണ്, കമ്പ്യൂട്ടറിനകത്ത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ് കൺട്രോളിംഗ് ദ പെരിഫറൽ ഡിവൈസസ് സച്ച് ആസ് പ്രിന്റേഴ്സ്, എന്താണ് പറയാ, പ്രൊജക്ടർ, ഇതുപോലത്തെ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യാണ് കമ്പ്യൂട്ടറിലോട്ട് അല്ലെ. അപ്പൊ ആ സിസ്റ്റം അതിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഒരു പ്രിന്റർ, വി ഹാവ് കണക്റ്റഡ് എ പ്രിന്റർ ടു ദ കമ്പ്യൂട്ടർ. അപ്പൊ ആ സിസ്റ്റത്തിൽ അത് എടുക്കണം. നമ്മൾ പ്രിന്റർ ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടറുമായിട്ട്. സോ യു നീഡ് ടു ഐഡന്റിഫൈ വി ഹാവ് കണക്റ്റഡ് വൺ പ്രിന്റർ ടു ദ കമ്പ്യൂട്ടർ. സോ അതിനെ ഐഡന്റിഫൈ ചെയ്ത് കമ്പ്യൂട്ടറിനകത്തോട്ട് ഫീഡ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഈസ് അഗെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, സോ ഇൻ ബേസിക്, ഇൻ നട്ട്ഷെൽ വാട്ട് ഇറ്റ് ഈസ്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ യു നീഡ് ടു ഹാവ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ യുവർ ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ് ഓർ മൊബൈൽ, വട്ട് എവർ ഇറ്റ് ഈസ്. ഏതാണെങ്കിലും യു നീഡ് ടു ഹാവ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെൻ യു സ്റ്റാർട്ട് ദ മൊബൈൽ ഓർ വെൻ യു സ്റ്റാർട്ട് ദ ഡെസ്ക്ടോപ്പ് ഓർ പി സീസ്. നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ വന്നിട്ട് അതിനകത്ത് സ്റ്റാർട്ടിങ് വിൻഡോസ് 10 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങൾ നോക്കണം, ആ ഒരു എന്താ പറയുക, ഒരു സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റാർട്ടിങ് ഇനീഷ്യലൈസിങ് വിൻഡോസ് 10 ഓർ വിൻഡോസ് 12, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ അതാണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ നമ്മളൊരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. സോ ആ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആദ്യം റൺ ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അല്ലെ. അതാദ്യം ഇനീഷ്യേറ്റ് ആയിട്ട് ബാക്കിയുള്ള കമ്പ്യൂട്ടറിനോട് പറയാണ് ഈ ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യണം. ഓക്കെ, സോ കമ്പ്യൂട്ടർ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വിൻഡോസ് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ മൊബൈലോ എന്തെങ്കിലും നമ്മൾ ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തിട്ട് ആ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള നമ്മൾ ആക്ടിവിറ്റീസ് നടക്കണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദാറ്റ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇറ്റ് ഷുഡ് ഹാവ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ദ കമ്പ്യൂട്ടർ. സോ ആ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ് 10 എന്ന് പറയുന്നത്. ഓക്കെ, വിൻഡോസ് 10 എന്നുള്ളത് വൺ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സോ ഇതൊരു സീരീസ് ആണ്. വിൻഡോസ് 10 1 ആണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, വിച്ച് ഇസ് ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS. Windows 1 was introduced by Microsoft in the year 1985. അവിടുന്ന് ഓരോ ഡെവലപ്മെന്റും കഴിഞ്ഞ് അഡ്വാൻസ്ഡ് ആയി വന്ന് വിൻഡോസ് 10 കഴിഞ്ഞു, വിൻഡോസ് 12 ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. സോ ഇറ്റ് ഗോട്ട് അഡീഷണൽ ഫീച്ചേഴ്സ്. ഓരോരോ അഡീഷണൽ ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കും, ഓരോ സോഫ്റ്റ്വെയർ അഡീഷണൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് ഫ്രം വിൻഡോസ് 10 ഇറ്റ് ഈസ് എ സീരീസ് ആൻഡ് കറന്റ്ലി വി ഗോട്ട് വിൻഡോസ് 12 ഓൾസോ. So Windows 10 is an operating system, and Windows first operating system Windows 1 was introduced by Microsoft in the year 1985. Okay, now I'll show you one video.
Toggle, look, my new computer has changed messages. Look. Alright, that's the operating system getting loaded. The operating system? What's that? An operating system is a kind of software that enables the computer's hardware to work with the other computer's software. Toggle, what does hardware and software mean? And I'm still not clear on operating systems. Don't worry, Goggle. I will explain. Let's take them up one by one. Basically, a computer is made up of both hardware and software. Hardware refers to those parts of a computer which you can touch and feel. Oh, now I get it. The CPU, the monitor, the keyboard, the mouse, the printer, etc. are computer hardware. Am I right, Toggle? Absolutely right, Goggle. Let us now understand what software is in a computer. Listening, Goggle? Yes, Toggle. Okay. The term software refers to a set of programs that perform some task in a computer. An operating system, as I said earlier, is also a kind of software. When you start a computer, the first software that gets loaded is the operating system. Here, you are seeing the MS Windows 7 software getting loaded. Wow! Some of the popular software are MS Windows 7, MS Office 2013, etc. What does MS stand for? Good question, Goggle. MS stands for Microsoft, the company that has created the Windows and Office software. I got it now, Toggle. Windows 7 is a software which is an operating system as well. Yes, well done, Goggle. Toggle, can you explain more about the operating system? Definitely, Goggle. An operating system is a software that enables the computer hardware to communicate and work with the other computer software. It also enables a user to interact with the computer. A computer is useless without an operating system. Oh, is that so? Yes, very much so. Now, operating systems are of two types, single user and multi-user. What's the difference between them? A single user operating system allows only one user to work on it at a time. A few examples are Windows 7, Mac OS or Macintosh operating system, and Windows 8. Single-user operating systems are usually meant for use at home. And what's a multi-user operating system? A multi-user operating system allows many users to use the same computer at the same time or at different times. Therefore, this main computer is attached to many other computers. A few examples of multi-user operating systems are Windows NT, Unix, and Linux. Multi-user operating systems are used in offices and big organizations like hospitals and railway stations. Toggle, tell me more about Microsoft Windows. I think it is very popular. You are right, Goggle. Microsoft Windows is a very popular operating system. If you have the Windows operating system, the picture of the Windows flag appears on the screen after you switch on the computer. Here, you are seeing the opening screen for Windows 7. You have seen this earlier, haven't you? Yes, at the computer store. That's right. A few seconds later, a welcome message appears.
Then you will see a screen like this on a monitor with many small pictures on it. This screen is called the desktop and the small pictures on it are called icons. The icons on the desk. So children, I hope it's clear for you. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. I hope it's clear.